ഇവിടെ ഹെഡ് പണിത് കിട്ടിയിട്ടുണ്ട്. ഹെഡിൻ്റെ 2 വാൽവും സീറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കംപ്ലൈൻ്റ് ആയിരുന്നു. എക്സോസ്റ്റ് സീറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു. എക്സോസ്റ്റ് നന്നായിട്ട് അടിച്ച് കുഴിഞ്ഞു പോയിട്ടുണ്ടായി. അതുപോലെ എക്സോസ്റ്റ് ഗൈഡ് ഭയങ്കര ഷെയ്ക്കും ഉണ്ടായി. അപ്പം നമ്മൾ എക്സോസ്റ്റിൻ്റെ ഒരു സീറ്റും മാറ്റിയിട്ടുണ്ട്. 2 ഗൈഡും 2 പുതിയ വാൽവും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അസംബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ ലൈറ്റി കൊടുത്ത് ഹെഡ് ക്ലിയർ ചെയ്തിട്ട് പോകുന്നേക്കണേണ്. ഇപ്പോൾ അസംബിൾ ചെയ്യണ നമ്മളിവിടെ അതിൻ്റെ ഓയിൽ സീലും ഇതൊക്കെ ഇട്ട് നമ്മൾ ഇത് ചെയ്യും. നമ്മൾ ഹെഡിൻ്റെ ഓയിൽ സീൽ അടിച്ചിട്ടുണ്ട്. ഇനി ഹെഡ് ലോക്ക് ചെയ്യാൻ പോണേന് അടുത്ത ഭാഗമായിട്ട്. അപ്പോൾ ഹെഡിൻ്റെ വാഷർ ഇതിൻ്റെ അടിയിൽ തന്നെ കിടപ്പുണ്ട്. സ്പ്രിങ് നമ്മിട്ട് ഓരോന്ന് ചെയ്യാം. അപ്പോൾ നോക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല. പ്ലെയർ ആണെന്നതിനും വെച്ച് ഇതിങ്ങനെ ശരിക്കും കുത്തി അമർത്തി കൊടുത്തിട്ട് ലോക്ക് ചെയ്യൽ നടക്കുള്ളൂ കേട്ടോ. അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഹെഡിൻ്റെ സ്റ്റെം സീലിട്ട് സ്പ്രിങ് വാഷർ ലോക്ക് എല്ലാം കഴിഞ്ഞ് ഹെഡിൻ്റെ പണി അസംബ്ലിങ് കഴിഞ്ഞിട്ടാണ്. പിസ്റ്റൺ സിലിണ്ടർ റിങ് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഓയിൽ റിങ് സ്ട്രക്കായി പോയതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങളെല്ലാവരും സിലിണ്ടർ അഴിക്കാൻ നേരത്ത് വെറുതെ അവിടെ കൊണ്ടുപോയിട്ട് പിസ്റ്റൺ സിലിണ്ടർ മാറ്റാൻ പൈസ കൊടുക്കരുത്. എല്ലാവരും അഴിച്ച് നോക്കിയതിന് ശേഷം ഇതുപോലെ റിങ്സ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടോയെന്നൊക്കെ നോക്കണം. ഇതിൻ്റെ ബോറിന് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല. റിങ്സ് ജാമായി പോയതാണ് പ്രശ്നം. അങ്ങനെയാണ് ഓയിൽ അടിച്ച് മുകളിൽ കയറി വന്നേക്കണം. അപ്പോൾ നമ്മൾ ഏതായാലും ഇതിന് BS2ൻ്റെ റിങ്സ് കറക്റ്റ് സൂട്ടാണ്. അപ്പോൾ BS2ൻ്റെ റിങ്സാണ് ഇപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കണത്. അപ്പോൾ റിങ്സ് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഹെഡ് ഇതേപോലെ തന്നെ ഹെഡിൻ്റെ പണിയും മൊത്തം തീർന്നിട്ടുണ്ട്. ഹെഡിൻ്റെ എക്സോസ്റ്റ് വാൽവ് കംപ്ലൈൻറ്റ് ഉണ്ടായി, സീറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായി, ഗൈഡ് ഷെയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ ഹെഡ് അസംബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ റിങ്സും മാറി സിലിണ്ടറും കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ പയ്യെ സിലിണ്ടർ കയറ്റാൻ പോണെയാണ്. അപ്പോൾ അവിടെ ഒരു ഗ്യാസ്കറ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇത്തിരി പശയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിലിണ്ടറിൻ്റെ ബാക്കിലും അടിയിലും പശയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് വാട്ടർ പമ്പ് സൈഡാണ് ഫ്രണ്ട്. അതുപോലെ തന്നെ പിസ്റ്റനിലൊരു ആരോ കാണിച്ചിട്ടുണ്ട്. അത് ഫ്രണ്ടിലേക്കുള്ള ഇതാണ്. നമ്മൾ സിലിണ്ടർ ബ്ലോക്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അടിയിൽ എല്ലി ബെയറിങ് കൂട്ടണം. അത് കഴിഞ്ഞ് ബാക്കി. എൻ്റെ എല്ലി ബെയറിങ് ആണ് കേട്ടോ ഇതിനെ കണ്ടത്. അപ്പോൾ BS4 തന്നെ മേടിച്ചിരുന്നതാണ്. അപ്പോൾ CNGക്ക് വ്യത്യാസമായിട്ട് എല്ലി ബെയറിങ് നോക്കിയിട്ട് കണ്ടില്ല, BS4 ആണ് കണ്ടത് കേട്ടോ. ഈ ക്രാങ്ക് കേസ് ഫിറ്റ് ചെയ്യാൻ പോണെയാണ്. എല്ലി ബെയറിങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ അടിയിൽ കേട്ടോ.
കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, ഇട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലി ബെയറിങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും വേണ്ട. ക്രാങ്ക് ഐസ് മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ സീലും 5 ഓയിൽ സീല് വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മനോരമയുടെ അവിടെ നിന്ന് മേടിച്ച ഓവർ സൈസ് പോലെ തന്നെ കിട്ടി. അത് ചെറുതായിട്ടൊന്ന് കത്തി വെച്ച് കട്ട് ചെയ്ത് ബ്ലൂ അനാബോണ്ടിട്ട് ഹെഡിൽ ഇത്തിരി അനാബോണ്ടിട്ട് 6mm ഗ്യാസ്കറ്റ് നമ്മൾ ഹെഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ റോക്രാം സെറ്റ് ചെയ്യാൻ പോണെയാണ്. ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട്. അങ്ങനെ റോക്കറാൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് വാട്ടർ പമ്പ് പിടിപ്പിക്കണം. വാട്ടർ പമ്പ് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിലെ ഫൗണ്ടേഷൻ അഴിച്ച് ഇഞ്ചിൻ താഴത്തോട്ട് ഇറക്കണം, അല്ലെങ്കിൽ ബോഡിയായിട്ട് മുട്ടും. അങ്ങനെ അഴിക്കാൻ പറ്റുള്ളൂ ഈ സംഭവം. നമ്മ ഇത് അഴിക്കാറൊന്നുമില്ല, നമ്മ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയാണ് അനുഭവം. അപ്പോൾ ഇനി ഇഞ്ചിൻ ബാക്കിലെ ഫൗണ്ടേഷൻ അഴിച്ച് താഴത്തോട്ട് ഇറക്കി വാട്ടർ പമ്പ് കയറ്റിയിട്ടിട്ട് പിടിപ്പിക്കാം. വണ്ടിയുടെ വാട്ടർ പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പമ്പിലേക്കുള്ള പൈപ്പും നമ്മുടെ എയർ എടുക്കുന്ന പൈപ്പും ഇത് രണ്ടുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ കാർബറേറ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ട്, മറ്റുള്ള സെൻസർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇനി ഇതിൻ്റെ സ്റ്റാർട്ടർ മോട്ടർ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പരീക്ഷിക്കാൻ പറ്റുള്ളൂ. ബാക്കി പണിയൊക്കെ തീർന്ന് നടക്കണേ. അപ്പോൾ ബാക്കി വന്ന വഴിക്ക് കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞോട്ടെ, ഡീസൽ വണ്ടിയുടെ പോലെയല്ല റോക്രാം സെറ്റ് ചെയ്യേണ്ടത്, മറിച്ച് കൊടുക്കണം. എന്നുവെച്ചാൽ എയർ ഫിൽറ്റർ അപ്പുറത്തെ സൈഡാണ് വന്നത്. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ അത് കൊടുക്കാൻ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മറിച്ച് കൊടുക്കണം കേട്ടോ. ഡീസലിൻ്റെ പോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൽ കൂടി തീയും വരും, സൈലൻസറിൽ കൂടി എയറും വരും. അപ്പോൾ അത് ഇടങ്ങേറി വരും. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. സെറ്റായിട്ടുണ്ട്, കാര്യങ്ങൾക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളത് വന്ന വഴിക്ക് കാണാം കേട്ടോ. അപ്പോൾ CNG സൈലൻസറൊക്കെ പിടിപ്പിച്ച് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ വാൽഡോറിൻ്റെ കവറിൻ്റെ പാക്കിങ് CNGയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നോക്കേണ്ടി വരും. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനാണല്ലോ. അപ്പോൾ നമ്മൾ BS4 കണക്കാക്കി തന്നെയാണ് മേടിച്ചത്. ആ കവറും അതേപോലെ, പക്ഷേ ഹെഡിൻ്റെ ഇരിപ്പ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കാരണം പാക്കിങ് നമ്മൾ നാളെ എപ്പോഴാണെന്ന് സൗകര്യം പോലെ മാറ്റിയിടും. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിലവിൽ. വേറെ ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. വെള്ളമൊക്കെ എയറൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്ത് റൊട്ടേഷനൊക്കെ കറക്റ്റാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കൊണ്ട് ഈ വീഡിയോ അവസാനിക്കണേ. ഇനി നാളത്തേക്ക് വെക്കണില്ല. ഞാൻ ക്ഷീണിച്ച്, കാരണം നാളത്തേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് നാളെ ഇതിൻ്റെ പുറകെ നിൽക്കണ്ടേ, പിന്നെയും കൈ കഴുകാക്കണ്ടേ. അപ്പോൾ അത് കാരണം ഇന്നത്തോടുകൂടി ഈ പരിപാടി തീർക്കണതാണ്. അപ്പോൾ എല്ലാവർക്കും വണക്കം. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി, വാൾഡോറോട് സെറ്റ് ചെയ്ത് സൈലൻസർ വെൻ്റ് സെറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ ഓക്കെ. ഇപ്പോൾ നമ്മൾ വാൾഡോറിൻ്റെ പാക്കിങ് മേടിച്ചത് BS4 കണക്കാക്കി മേടിച്ചാണ്. പക്ഷേ ഇതിൻ്റെ ഹെഡിൻ്റെ ഇതും വാൾഡോറിൻ്റെ കവർ അനുസരിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷേ ഹെഡിൻ്റെ അത് വെച്ചിട്ട് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ഇപ്പോൾ ഫിറ്റ് ചെയ്തേക്കണാണ്. വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ നമ്മൾ വാട്ടർ കൂള് എയറൊക്കെ എടുത്ത് റെഡിയായിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇനി നാളത്തേക്ക് ഇത് വെക്കണില്ല, നാളെയും കൈയ്യഴിട്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പണിയാൻ സാധിക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ സൈലൻസർ ഒരു തുള്ളി വെള്ളപ്പുക പോലും വന്നില്ല. നേരത്തെ എങ്ങനെ ഇരുന്നില്ല, കൊതുകിനെ ഓടിക്കുന്ന മെഷീൻ വെച്ച് കിട്ടാറുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം മൊത്തം പുകയിരിക്കും. അപ്പോൾ ആ പ്രശ്നം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. ആ പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മുടെ
ഓയിൽ റിങ് വന്നത് സ്ട്രക്കായി പോയതാണ് പിസ്റ്റൻ്റെ മുകളിൽ. അപ്പോൾ അത് സ്ട്രക്കായി ഇരുന്ന് പോയി. അതായിരുന്നു ഒരു പ്രശ്നം. പിന്നെ നമ്മുടെ വെള്ളം ലീക്കിൻ്റെ പ്രശ്നം വരുന്നു. വെള്ളം ലീക്കിൻ്റെ പ്രശ്നത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിൻ്റെ ഹെഡിനകത്ത് ഇത് നേരത്തെ പണിത ഒരാൾ 2 പാക്കിങ് ഇട്ടിട്ടുണ്ടായി. അങ്ങനെ വരാൻ നേരത്ത് ഹെഡിൻ്റെ നമ്മൾ റബ്ബർ ബീഡിങ് റബ്ബർ ഓയിൽ സീൽ വെക്കുന്നുണ്ട്. ആ റബ്ബർ ഓയിൽ സീലിന് നല്ല രീതിയിലുള്ള ടൈറ്റ് കിട്ടൂല. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് പ്രഷർ കൂടുമ്പോൾ അങ്ങനെ വെള്ളം തള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ സീൽ ആ വാട്ടറിൻ്റെ അവിടെ വന്ന ഓയിൽ സീൽ വേറെയാണ് മേടിച്ചേക്കുന്നത്. കമ്പനി സാധനമല്ല മേടിച്ചേക്കുന്നത്, വേറെ സാധനം മേടിച്ച് അത് ചെത്തി വെച്ചേക്കുന്നതാണ്. പിന്നെ ഗ്യാസ്കറ്റ് 2 ഇട്ടിട്ടില്ല, 6mm ഒറ്റ ഗ്യാസ്കറ്റ് ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ BS2ൻ്റെ റിങ്ങാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ നേരത്തെയുള്ള കണ്ടീഷനിൽ നെക്ക മാറ്റം വന്നിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളപ്പൊക്കെ കാര്യങ്ങളോ ഒന്നുമില്ല. എഞ്ചിൻ കുഴപ്പമില്ല, സൈലൻ്റാണ്. കുറച്ച് നേരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഭാഗം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെയാണ്. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളം ലീക്ക് ചെയ്യാൻ നോക്കി, വെള്ളം ലീക്കില്ല. സിലിണ്ടർ ഭാഗത്ത് വേറെ ലീക്കിങ്ങുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ ഇവിടെ നേരത്തെ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, വെള്ളം ലീക്ക് ഉണ്ടായിരുന്നു. ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പഷനിലല്ല, ഓയിൽ റിങ് ജാമായിട്ട് ഓയിൽ മുകളിലേക്ക് കയറി വന്ന് കപ്പനായിരുന്നു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ആ ഓയിൽ മുകളിലേക്ക് കയറി വന്നിട്ട് ഈ അവിടെ വേറെ ഈ എന്താ കുടിച്ചിലൊക്കെ പോയിരിക്കുന്ന കാരണം അതിൻ്റെ ഇടയിൽ കൂടി ഓയിൽ വന്നുകൊണ്ടിരുന്നത്. വേറെ തകരാറുകൾ കാര്യങ്ങളൊന്നും നിലവിൽ കാണാനില്ല. കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് വെക്കട്ടെ, വണ്ടി ഒന്ന് സ്മൂത്താകട്ടെ. വെള്ളം അവർക്ക് ഈ കുടച്ചിലൊക്കെ ഒന്ന് മാറി കിട്ടുന്നു. ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസ് ഇത്തിരി കൂടുന്നുണ്ട്. അതൊന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് മാറും. അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും നന്ദി. വണ്ടി ഇപ്പോൾ സൈലൻ്റ് ആയിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. റേഡിയേറ്റർ വർക്ക് ചെയ്യാൻ, ഫാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. ഫാൻ നന്നായിട്ട് വർക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ വണ്ടി ഹീറ്റായി, അത്യാവശ്യം കാര്യങ്ങളൊക്കെ റെഡിയായി. വണ്ടിയിൽ നിന്ന് നോർമലിലേക്കായി. ചെറിയ കുടച്ചിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്നും മാറി. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് സക്സസ് ആണ്.